ഡിയർ ഫൗണ്ടർ ക്ലബ് മെമ്പേഴ്സ്, വളരെ സന്തോഷകരമായ കാര്യമാണ് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് നടക്കാൻ പോകുന്നത്. നമ്മളുടെ R1 ഇൻഫോ ട്രേഡിൻ്റെ പർച്ചേസിങ് ആരംഭിക്കുന്ന തീയതി ഇനി ഏകദേശം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഫിനിഷിംഗ് ആയിട്ടുള്ള ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിൽ എല്ലാം ഫിനിഷാവും. അപ്പോൾ തീർച്ചയായിട്ടും അതിനുശേഷം നമുക്ക് പർച്ചേസിങ് ആരംഭിക്കാൻ സാധിക്കും. കൗണ്ട് ഡൗൺ പോസ്റ്ററുകൾ വരും. വന്നു കഴിഞ്ഞാൽ 3, 2, 1 എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ 0 ദിവസം പർച്ചേസ് ആരംഭിക്കുക. അപ്പോൾ അതിന് തയ്യാറെടുപ്പുകൾ നടത്തി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഫൗണ്ടർ ക്ലബ്ബ് മെമ്പറായ നിങ്ങൾ തയ്യാറെടുത്ത് നിൽക്കേണ്ടത് ഏറ്റവും ആദ്യം നിങ്ങളുടെ ഫൗണ്ടർ ക്ലബ്ബ് എന്ന് പറയുന്ന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കും. ഫൗണ്ടർ ക്ലബ്ബ് രജിസ്ട്രേഷൻ നടത്തി നമ്മൾ ഫൗണ്ടർ ക്ലബ്ബിൽ വരേണ്ടത് നമുക്കറിയാം, എല്ലാവർക്കും ബോണസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ മിനിമം ഒരു 10 വ്യക്തികൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അവരേത് പ്ലാൻ എടുത്താലും കുഴപ്പമില്ല, പാക്കേജ് പർച്ചേസ് ചെയ്താൽ കുഴപ്പമില്ല. ഏത് പാക്കേജ് ആണെങ്കിലും അവർ അന്നത്തെ ദിവസം കമ്പനി ആരംഭിക്കുന്ന ആ പർച്ചേസിങ് ആരംഭിക്കുന്ന ദിവസം രാത്രി സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യുന്ന സമയം 11:59, അതിൻ്റെ മുന്നേ ഉള്ള സമയത്ത് രാവിലെ 9 മണി മുതൽ രാത്രി 11:59 ഒരു വ്യക്തി 10 വ്യക്തികളെങ്കിലും മിനിമം പർച്ചേസ് റെഫർ ചെയ്യുമ്പോഴാണ് ഫൗണ്ടർ ക്ലബിലേക്ക് വരുന്നത്, അറിയാം. അപ്പോൾ ആ 10 വ്യക്തികൾ മിനിമം തയ്യാറാക്കി നിർത്തി ഉറപ്പാക്കി വയ്ക്കുക. ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഒരു വ്യക്തികൾ 2 വ്യക്തികൾ പെട്ടെന്നൊക്കെ എന്തെങ്കിലും വന്നാലും പ്രശ്നമില്ലാതിരിക്കാൻ എല്ലാവരും റെഫറൻസ് ഒരു 12, 13, 14, 15 പേരെ തയ്യാറാക്കി നിർത്താം. തീർച്ചയായിട്ടും ആ ഓർഡറിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ഫൗണ്ടർ ക്ലബ്ബ് മെമ്പേഴ്സിൽ ആരും തന്നെ വീട്ടിൽ നിന്ന് മെമ്പേഴ്സിനെ കൊണ്ടുവരരുത് ആദ്യത്തെ 10. തീർച്ചയായിട്ടും ഫൗണ്ടർ ക്ലബ്ബ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ദിവസം വന്ന് പിറ്റത്തെ ദിവസം എല്ലാവർക്കും ബോണസ് തരുന്ന ഒരു സിസ്റ്റം അല്ല. ഒരു വ്യക്തി വന്നു, ആ വ്യക്തി അടുത്ത ദിവസങ്ങളിലായിട്ട് ആ ടീമിൻ്റെ ഹെഡുകളായിട്ടുള്ള വ്യക്തികളായിട്ട് ചർച്ച ചെയ്തിട്ട് അതിൽ കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ട് ശേഷമാണ് ഒരു വ്യക്തിനെ ഫൗണ്ടർ ക്ലബ്ബിൽ തരുന്നത്. അപ്പോൾ ആ ഫൗണ്ടർ ക്ലബ്ബിൽ വ്യക്തികൾ ഏതെങ്കിലും രീതിയിൽ ഫോള് കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ബോണസ് നഷ്ടപ്പെടും. നിങ്ങൾ ഒരു വ്യക്തിയെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ചിലപ്പോൾ താൽക്കാലികം ചെയ്തു വെച്ചതായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾ അത് മാത്രമല്ല, ഭാവിയിൽ ഈ കമ്പനിക്കുള്ള പ്രത്യേകത MLM കമ്പനി അല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊരു കോർപ്പറേറ്റ് ലെവലിൽ പോകുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഇതിൽ ഓരോ സ്റ്റേജിലും നമ്മൾ വ്യക്തികളെ നിരീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന ബ്ലാക്ക് മാർക്കുകളൊക്കെ നാളെ നിങ്ങൾ നല്ലൊരു പൊസിഷനിലേക്കോ കമ്പനിയുടെ മറ്റ് ആനുകൂല്യങ്ങളിലേക്കോ സെലക്ട് ചെയ്യുന്നതിന് ഒരു തടസ്സമായി വരാം. അപ്പോൾ വളരെ ക്ലിയറായിട്ട് നമ്മൾ ജെന്യൂനായിട്ട് പ്രവർത്തിക്കുക. എല്ലാവരും 10 പേര് ഈസി ആയിട്ട് നടക്കും. 10ൻ്റെ സ്ഥാനത്ത് 20, 30, 50, 100 ആയ വ്യക്തികളുണ്ട് ഫൗണ്ടർ ക്ലബിൽ. അപ്പോൾ തീർച്ചയായിട്ടും 10 വ്യക്തികളെ റെഫർ ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്ക് കുറച്ച് വ്യക്തികൾക്ക് കിട്ടിയൊരു സൗഭാഗ്യമാണ്. കാരണം ഫൗണ്ടർ ക്ലബിൽ മെമ്പറായ ഒരു വ്യക്തി നാളത്തെ 1 കോടി രൂപ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ വരുമാനമായിട്ടോ മറ്റു പല രീതിയിലായിട്ടോ അച്ചീവ് ചെയ്യാൻ വ്യക്തികളാണ്. അപ്പോൾ ഫൗണ്ടർ ക്ലബ്ബ് എന്ന് പറയുന്നത് സാരൊരു ക്ലബ്ബല്ല. അതിലെല്ലാവരും വളരെ നല്ല രീതിയിൽ അച്ചീവായി കൊണ്ട് പ്രവർത്തിക്കുക. ഭാവിയിൽ ഒരുപാട് നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയ അപ്ഡേഷനുകൾ വരുന്ന ഈ ഒരാഴ്ച നമുക്കുണ്ടാവും. ഇനി എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ട രീതികൾ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ വരുന്ന അപ്ഡേഷനിൽ അറിയിക്കും. ഇനിയും കമ്പനിയിൽ വിശ്വാസം വരാത്ത വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾ കമ്പനി ഇപ്പോഴും രജിസ്ട്രേഷൻ ഇപ്പോൾ പല വ്യക്തികളുടെ റൂമറുകളാണ്, ഒന്നും സത്യമല്ല. പക്ഷേ റൂമർ കേൾക്കുന്ന സമയത്ത് ചില FCMൽ തോന്നാം ശരിയല്ലേ എങ്കിൽ പറയുന്നു, ഇന്ത്യയിൽ കമ്പനീസ് ആക്ട് അനുസരിച്ച് കമ്പനി രജിസ്ട്രേഷൻ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു.
കമ്പനിയുടെ സർട്ടിഫിക്കറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളാരും നിങ്ങൾക്ക് നൽകില്ല. പക്ഷെ നിങ്ങൾക്ക് നേരിട്ടിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള mca.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി സെർച്ച് ചെയ്താൽ കണ്ടെത്താനായിട്ട് സാധിക്കും. R1 ഇൻഫോട്രേഡ് എന്ന് പറയുന്ന കമ്പനി കേരള ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു കമ്പനി. അപ്പോൾ നമ്മൾ തരുന്നതിലും കമ്പനിയുടെ ആളുകൾ തരുന്നതിലും നല്ലത് നിങ്ങൾക്ക് നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് പരിശോധിക്കാം ഈ കമ്പനി ജെന്യൂൻ ആണോ എന്നുള്ള കാര്യങ്ങൾ. ബാക്കി ടാക്സും മറ്റെല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്. കമ്പനി ഒരു കാര്യം ആദ്യമേ പറഞ്ഞിരുന്നു, എല്ലാം പെർഫെക്റ്റ് ആയാൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 10 ദിവസം വഴുകിയാലും അങ്ങനെ സംഭവിക്കുള്ളൂ. കാരണം നമുക്കൊരു തിരക്കുമില്ല, ബിസിനസ് ചെയ്യാൻ തിരക്ക് കൂട്ടി നിൽക്കുന്നതല്ല, അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് ഫണ്ട് പെട്ടെന്ന് കിട്ടേണ്ട ആളുകളല്ല. ഒന്നും തിരക്കില്ല, സാവധാനം വളരെ സമയം എടുത്തുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടിയാണ് നടക്കുന്നത്. ഇത് കഴിഞ്ഞ് തീർച്ചയായിട്ടും ഒരു 3 മാസത്തിന് ശേഷം ഇൻ്റർനാഷണലി പ്രീ ലോഞ്ചിങ് സ്റ്റാർട്ട് ചെയ്യും. അതായത് വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാ തരം ആളുകൾക്കും ഈ കമ്പനിയിലേക്ക് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഈ കമ്പനിയിൽ പർച്ചേസ് ചെയ്യാനുള്ളൊരു അവസരം 100%. ഈ കമ്പനി എല്ലാ രീതിയിലുള്ള പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് വരുന്ന റവന്യൂ, അതായത് ആളുകൾ ചേരുന്ന സമയത്ത് പണം അടയ്ക്കുന്നതെല്ലാം 100% ബാങ്കിലൂടെ മാത്രമാണ് അക്കൗണ്ടിൽ വരുള്ളൂ. കമ്പനിക്ക് വേറെ രീതികളിലൊന്നും ഫണ്ട് സ്വീകരിക്കുന്നില്ല, ഓൺലൈൻ ട്രാൻസാക്ഷൻ. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അറിഞ്ഞും കൊണ്ടുള്ള 100% ബിസിനസ്സാണ്, 100% ടാക്സബിൾ ആണ്. കൃത്യമായി ഗവൺമെൻറ്റിന് അടയ്ക്കുന്ന ടാക്സ് കൃത്യമായിട്ട് ഗവൺമെൻറ്റിന് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കമ്പനി മൂലം നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് കൃത്യമായി ലഭിക്കേണ്ട ടാക്സ് കൃത്യമായിട്ട് ലഭിക്കുകയും അതിലൂടെ ഗവൺമെൻറ്റിന് നമ്മളെ കഴിയുന്ന സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയായിട്ട് മാറാനുമാണ് ആഗ്രഹിക്കുന്നത്. ഇതിനെല്ലാം പുറമെ നമുക്ക് ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്. അതും ഗവൺമെൻറ്റുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് നല്ല രീതിയിൽ ഒരു ബാക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് ഈ കമ്പനി മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ നാളെ നിങ്ങൾക്ക് 100% യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അനുഭവിക്കാത്ത ഒരു പ്രവർത്തനമായി മാറാൻ R1 പ്രവർത്തനം സഹായിക്കും. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.